സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ വരെ പോകുന്ന യാത്രാവിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. കർണാടക RTCയുടെ അശ്വമേധ ക്ലാസിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഓടുന്ന ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. 3 ചാർജിങ് പോർട്ടുകളാണ്, ശരിക്കും 4 ഉണ്ട്, പക്ഷേ ഒന്ന് അതിൽ ഡാമേജ് ആണ്. എന്തായാലും 3 ചാർജിങ് പോർട്ടുകൾ സീറ്റിൻ്റെ, അതായത് ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് പിന്നിലായിട്ടുണ്ട്. അതേപോലെ ഇതാണ് ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. ഇവരുടെ കർണാടക സാരിക ബസ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റും അതേപോലെ സ്പേസും ഉള്ള ബസ്സാണ് ഈ ഒരു അശ്വമേധ എന്ന് പറയുന്നത്. സീറ്റിംഗ് എന്ന് പറയുന്നത് 3x2 ലെയറിലാണ്. അതേപോലെ മാഗസിൻ ഹോൾഡറും ബോട്ടിൽ ഹോൾഡറും എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ്സാണ് ഈ ഒരു അശ്വമേധ ക്ലാസിക് എന്ന് പറയുന്നത്. പോയിന്റ് ടു പോയിന്റ് നോൺ സ്റ്റോപ്പ് സർവീസസിന് വേണ്ടിയാണ് അശ്വമേധ എന്ന് പറയുന്ന കാറ്റഗറി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫയർ എക്സ്റ്റിംഗ്വിഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബസ്സാണ്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. 52 സീറ്റുകളാണ് ഈ ഒരു ബസ്സിന് ടോട്ടലായിട്ട് ഉള്ളത്. ഈ ഒരു ബസ്സിൻ്റെ ബോഡി നിർമ്മിച്ചതെന്ന് വെച്ചാൽ KMS കോച്ചും അതേപോലെ പ്രകാശും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബസ്സിൻ്റെ ബോഡി ഉണ്ടാക്കിയത്. ചേസസ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ വൈക്കിംഗ് ചേസസ് ആണ് ഈ ഒരു ബസ്സിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ബസ്സിന് LED ബോർഡും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബർത്തിനും നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ എന്ന് വെച്ചാൽ ഒറ്റൊരു സിംഗിൾ ലൈറ്റാണ്. അത്യാവശ്യം സ്പേസും അതേപോലെ നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ബസ്സിന് റിസർവേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് കയറാറാണ്. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലോട്ട് 210 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതേ ഒരു അമൃതവർഷയും അതേപോലെ ഐരാവതവും കിടക്കുന്നുണ്ട്. 2.5 to 3 മണിക്കൂറാണ് ട്രാവൽ ടൈം എന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിലോട്ട് ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ മൈസൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ മൈസൂരിൽ നിന്ന് നമുക്ക് ബസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അത് മാത്രമല്ല ചാർജിലും നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ. ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടക്ടർ അല്ല കേട്ടോ, ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ തരുന്നത്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രൈവർ വണ്ടി സൈഡാക്കി അവിടെ നിന്നും കണ്ടക്ടറായി മാറും. എന്നിട്ട് വീണ്ടും ബസ് എടുത്ത് പോവുക ചെയ്യുക. അതാണ് ഇതിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം പോയിന്റ് ടു പോയിന്റ് സർവീസാണ്, എവിടെയും വലിയ രീതിയിൽ നിർത്തേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സർവീസ് കൂടിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, കളക്ഷനുള്ള ഒരു സർവീസാണ് കേട്ടോ കർണാടക RTCയുടെ. അശ്വമേധ ക്ലാസിക് കുറേ റൂട്ടിലൂടെ ഈ ഒരു കർണാടക RTC ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിങ് എന്തോ പണ്ട് കാലത്തെ എന്തോ കൊട്ടാരോ മറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അത് നമ്മുടെ ഗോപാലൻ മാളാണ് കേട്ടോ. ആദ്യം കാണുമ്പോൾ വിചാരിക്കും എന്തോ ഒരു വലിയൊരു കൊട്ടാരം കാര്യങ്ങളൊക്കെ. ആ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരഹള്ളിയിലോട്ടുള്ള റോഡാണ് കേട്ടോ. ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് എന്ന് പറയുന്നത്. ഉത്തരഹള്ളിയിൽ നിന്നും ഇലക്ട്രോണിക് സിറ്റി അത്തിബല്ലൊക്കെ പോകാൻ പറ്റും കേട്ടോ. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്, തൃശ്ശൂർ അല്ലെങ്കിൽ കേരളത്തിലോട്ടൊന്നും ഡയറക്റ്റ് ബസ്സുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ മൈസൂർ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ ബെറ്റർ. പക്ഷേ പീക്ക് ടൈമിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ബുക്കിംഗ് ആയിരിക്കും കേട്ടോ നന്നാവുക. അല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലോട്ട് കയറുക, മൈസൂരിൽ നിന്നും ഗുണ്ടൽപേട്ടയിലോട്ട് കയറുക, ഗുണ്ടൽപേട്ടയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലോട്ട് ഓർഡിനറി ബസ് എപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2.5-3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മൈസൂർ സെൻട്രൽ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അശ്വമേധ ക്ലാസിക് ബസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി ലിവറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലവ് യു ഓൾ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.